കുട്ടനാടിനെ പ്രത്യേക ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് ആം ആദ്മി പാർട്ടി. പ്രത്യേക ജില്ലയെന്ന ആവശ്യവും കർഷക പ്രശ്നങ്ങളും ഉന്നയിച്ച് ഈ മാസം 24-ന് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കുട്ടനാടിനെ പ്രത്യേക ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. ഞങ്ങൾ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. കാവാലത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം കിട്ടി 78 വർഷമായിട്ടും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 4 വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാടെങ്കിലും കുടിക്കാൻ വെള്ളം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കേണ്ട ഒരവസ്ഥയാണ് ഇത്രയുമുള്ളത്. അതായത് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും കുട്ടനാടിനെ പരിഗണിക്കാത്ത ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. കുട്ടനാടെന്ന് പറയുമ്പോൾ 3 ജില്ലകളായിട്ട് വ്യാപിച്ചെടുക്കുന്നതാണ്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളായിട്ട് വ്യാപിച്ചെടുക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. ലോവർ കുട്ടനാടും അപ്പർ കുട്ടനാടും ഉൾപ്പെടെ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു കുട്ടനാടിന് ആവശ്യമായിട്ടുള്ളൊരു വികസന കാര്യത്തിലോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ കാര്യത്തിലോ തീരുമാനം എടുക്കണമെങ്കിൽ ഈ 3 ജില്ലാ കളക്ടർമാരുടെയും കൂടെ കൺസെൻറ്റ് 3 പേരും കൂടി വേണം തീരുമാനം എടുക്കാനുള്ളത്. അങ്ങനെ കുട്ടനാടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കുട്ടനാട്ടുകാരല്ല, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലാ കളക്ടറല്ല എന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടനാടിൻ്റെ വികസനത്തിനും മറ്റ് ദുരന്ത നിവാരണ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുട്ടനാടിനെ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജില്ലാ കളക്ടറുടെ കീഴിൽ കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രത്യേക ജില്ലയെന്ന ആവശ്യവും കർഷക പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് 24-ന് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാട്ടിൽ വികസന പദ്ധതിയോ ദുരന്ത നിവാരണ പ്രവർത്തനമോ നടപ്പാക്കുമ്പോൾ 3 ജില്ലാ കളക്ടർമാരുടെയും വിവിധ വകുപ്പുകളുടെയും ഏകോപനം ആവശ്യമായി വരുന്നുണ്ട്. ഇത് പലപ്പോഴും കാലതാമസത്തിന് ഇടയാക്കുന്നുണ്ടെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് രമേശൻ പാണ്ടിശ്ശേരി, സെക്രട്ടറി ഷിനു ജോർജ് കരൂർ, കുട്ടി മൂസ, പ്രമോദ് കുമാർ, തോമസ് അലക്സാണ്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.